ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ കാര്യമാണ് കേട്ടോ മെയിനായിട്ടും പറയാൻ പോകുന്നത്. അനാമികയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അനാമിക കാണിക്കുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് നമ്മുടെ ജാനകിക്കും അതുപോലെ ജയനും മനസ്സിലാകാണ് കേട്ടോ. ഒരു ദിവസം അവരിതെല്ലാം കാണുന്നുണ്ട്, അനാമിക കാമുകനൊപ്പം പോകുന്നതും ഒക്കെ. അങ്ങനെയായി കഴിയുമ്പോൾ ജാനകിയുടെ ഉള്ളിൽ നന്നായിട്ട് അനാമികയോട് ദേഷ്യമുണ്ട്. പുറത്തത് കാണിക്കുന്നെങ്കിലും എങ്ങനെയെങ്കിലും അനാമികയെ പുറത്താക്കണം നല്ല ആഗ്രഹമുണ്ട് ജാനകിക്ക്. അങ്ങനെ അവസരം കിട്ടുമ്പോൾ ഒരു എട്ടിൻ്റെ പണി തന്നെ അനാമികയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ ജാനകി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയുടെ മോളെ ചന്തുമോളെ കൊണ്ടുവന്ന് സ്കൂളിലൊക്കെ ആക്കാണ്. എന്നിട്ട് അബിയോട് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും പറയുന്നുണ്ട് ചന്തുമോളെ ഒന്ന് അനുഗ്രഹിച്ചു വിടാൻ. അതിനു പോലും അബി തയ്യാറാവുന്നില്ല കേട്ടോ. ആ സമയത്ത് കൂടി അബി ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ചില്ലറയൊന്നുമല്ല മുത്തശ്ശനെ ചോടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മുത്തശ്ശൻ ഒന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ ഓഫീസിൽ ചില കള്ളത്തരങ്ങളൊക്കെ അബി കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാകാണ്. ബില്ലില്ലാതെ സ്വർണം വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മാനേജർ കണ്ടെത്തുകയാണ്. അത് ആദർശിനെ അതുപോലെ മുത്തശ്ശനെയൊക്കെ അറിയിച്ചു കഴിയുമ്പം മുത്തശ്ശൻ അബിയുടെ അടുത്ത് ചെന്ന് ചോദ്യം ചെയ്യാണ്. അപ്പോഴും അബി ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു വലിയ തെറ്റാണോ? ബില്ലില്ലാതെ കച്ചവടം ചെയ്യുന്ന എത്ര പേരുണ്ട്. ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റൊന്നുമല്ല, അതിലും എത്രയോ വലിയ തെറ്റാണ് ആദർശേട്ടൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ കുറ്റപ്പെടുത്താൻ ആരുമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശനോട് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ കാരണം തീർത്ത് ഒരടി കൊടുക്കുക അബിക്ക്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി ഒരക്ഷരം പറയരുത്. ഈ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു പാരമ്പര്യമുണ്ട്, അതൊരു വിശ്വാസമാണ്. അത് മാറ്റിമറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനു മുമ്പും പല കള്ളത്തരങ്ങളും ഈ ജ്വല്ലറിയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലും നീ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പം നമ്മുടെ നവ്യ കയറി ഇങ്ങ് ഇടപെടുകയാണ്. നവ്യ പറയുകയാണ് എന്താ മുത്തശ്ശ ഇത്, ഈ വീട്ടിലെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. അബി എന്ത് തെറ്റ് ചെയ്തിട്ട് അബിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതേസമയം ആദർശേട്ടൻ ചെയ്ത തെറ്റ് ഇതിലുമൊക്കെ എത്ര വലുതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആദർശേട്ടനെ ആരും കുറ്റം പറയാത്തത്? ഈ വീട്ടിലാ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, ഭയങ്കരം എന്നൊക്കെ ഇങ്ങനെ പറയാണ് നവ്യ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ നവ്യോട് പറയാം നീ ഒരക്ഷരം മിണ്ടി പോകരുത്. നിനക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നീ റൂമിൽ പോയി നിന്റെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചോണം. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുകയല്ല. അബിയെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ കാരണങ്ങളുണ്ട്. അതൊന്നും ചെകഞ്ഞുകൊണ്ട് നീ വരണ്ടെന്ന് പറയണം. അപ്പം ജലജയെ അങ്ങ് ഇടപെടുക. ജലജയെ മകനെ സപ്പോർട്ട് ചെയ്ത് പറയണം കേട്ടോ. അബിയെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ, ആദർശ് ചെയ്തൊന്നും കുറ്റമല്ലേ എന്ന് ചോദിക്കുക. അപ്പം ജലജയെ അവിടെ അട്ടക്കി നിർത്തുകയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നവ്യ മുറി ചെന്നിട്ട് നവ്യ അബിയോട് പറയാണ് കണ്ടില്ലേ മുത്തശ്ശൻ പറയുന്നത്, എന്തൊക്കെ ചെയ്തിട്ടും ആദർശനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിൻ്റെ അമ്മയെ ഇവിടെ എടുത്തു വളർത്തിയതായതുകൊണ്ടായിരിക്കും നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. എന്തായാലും ഇത് ശരിയായ കാര്യമല്ല. നവ്യ പറയാണ് നയനയും എല്ലാവരും ആദർശനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അങ്ങനെ നവ്യ ഈ വിഷമമൊക്കെ ഒന്ന് പറഞ്ഞ് തീർക്കണ്ടേ കനകയുടെ അടുത്ത്. ഇവിടെ നയന കിടന്ന് വിളയാടുകയാണെന്നും ആദർശിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നും ആദർശ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശിനെ കുറ്റപ്പെടുത്താതെ അബിയെ അടിച്ചെന്നൊക്കെ ഒന്ന് പറയണ്ടേ നവ്യയ്ക്ക്. നവ്യ നേരെ വിളിക്കുകയാണ് കേട്ടോ കനകയെ വിളിക്കുമ്പം കനകയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ കനകയെ വിളിച്ചിട്ട് പറയാം അമ്മേ ഇവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടക്കുന്നത്, എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല. വേറെ എങ്ങും നടക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഈ അനന്തപുരിയിൽ നടക്കുന്നത്. അബിയാണ് എന്തോ ബില്ലില്ലാതെ കുറച്ച് സ്വർണം വിറ്റു. അത് അവൻ്റെ ബ്രാഞ്ചല്ലേ, അവൻ നോക്കുന്നതല്ലേ, ഈ കുടുംബത്തിലെ അംഗമല്ലേ അവനും. എന്നിട്ടും മുത്തശ്ശൻ അത് വലിയൊരു കാര്യമാക്കി കൊണ്ടുവന്നു ആ ആദർശം. എന്നിട്ട് അവനെ നിർത്തി ചോദ്യം ചെയ്യുകയെ അവൻ്റെ കാരണത്തടിക്കുക വരെ ചെയ്തു മുത്തശ്ശൻ. ഞാനത് ചോദിച്ചപ്പം എന്നോടും മിണ്ടിപ്പോകരുതെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഏകാധിപത്യം പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. ആദർശ് ഈ ജ്വല്ലറികളൊക്കെ നോക്കി നടത്തുന്നുണ്ടെങ്കിലും സത്യസന്ധമായിട്ടാണോ എന്ന് ഇവിടെ ആരും പരിശോധിക്കുന്നില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾ കാണിച്ചു വച്ചിരിക്കുന്ന തെറ്റ് അത് അത്ര ചെറുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വിവാഹം കഴിഞ്ഞൊരു ഭാര്യയുള്ള അയാൾക്ക് അതിന് മുമ്പ് ഒരു വിവാഹം കഴിഞ്ഞെന്നും അതിൽ അവിഹിതമായിട്ടൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിനെ വരെ ഇപ്പം അനന്തപുരി കൊണ്ടുവന്ന് ഓമനിച്ച് ലാളിച്ച് വളർത്തിയിരിക്കുക. അതിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോയത് ആദർശം നയനയും കൂടിയാ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പം അതൊന്നും കുറ്റം പറയാൻ ആരുമില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പോയ എന്നെ എല്ലാവരും കൂടെ അധിക്ഷേപിച്ചു.
ആദർശും അതുപോലെ തന്നെ നയനയും എന്നെ ചോദ്യം ചെയ്യുക. ചേച്ചി ഇനി ഇങ്ങനെ ഒന്നും സംസാരിക്കരുതെന്ന് അവൾ എന്നോട് തീർത്ത് പറഞ്ഞമ്മേ എന്ന് പറയുമ്പം നമ്മുടെ കനകയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ് കേട്ടോ. അബിയുടെ കയ്യിലെ വിളച്ചിൽ മുഴുവൻ അറിയാമല്ലോ കനകയ്ക്ക്. കനക പറയാണ്, മോളെ നവ്യെ, നീ ഇപ്പം തൽക്കാലം അവിടെ വഴക്കിനൊന്നും പോകണ്ട, നീ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്, നിനക്കൊരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ ചോദിക്കുക, എന്താ അമ്മ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ആദർശേട്ടൻ ചെയ്തതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുകയാണോ എന്ന് ചോദിക്കുക. എന്താ അവരുടെ പണവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണോ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണ് മഞ്ഞളിച്ച് പോയതെന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട്, അതൊന്നും അല്ല മോളെ, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയില്ല. അബിയെ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ, നിനക്കറിയാവല്ലോ അബിയുടെ സ്വഭാവം. അങ്ങനെ എന്തെങ്കിലും ജ്വല്ലറിയിൽ തിരിമറി നടത്തിയിട്ടായിരിക്കുമല്ലോ മുത്തശ്ശൻ അത് ചോദിച്ചത്. നീ അതിനെക്കുറിച്ച് മൂർത്തി മുത്തശ്ശനോട് ചോദ്യം ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ എന്താ ഒരു മാറ്റം, എന്തോ ഒരു മാറ്റം പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞതുപോലൊന്നും അല്ലല്ലോ അമ്മ ഇപ്പം സംസാരിക്കുന്നത്. ഇപ്പോഴും അമ്മയ്ക്ക് ആദർശേട്ടനോട് ഒരു ചായവൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പം കനക പറയാം, നവ്യ നീ ഫോൺ വച്ചിട്ട് പോ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കനക ഫോൺ വയ്ക്കുക. അപ്പോഴും നമ്മുടെ നവ്യയ്ക്കൊരു സംശയം തോന്നാൻ തുടങ്ങുക, ഇതെന്താ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്? നയനയും ആദർശേട്ടനും കൂടെ ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമോ? എന്തായാലും എല്ലാവരും അബിയെ കുറ്റപ്പെടുത്തുന്നത്, അവൻ നേരത്തെ കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇപ്പോഴും അവനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ വിചാരിച്ച് നവ്യ ഇരിക്കുകയാണ്. പക്ഷെ നവ്യയ്ക്ക് കുറച്ചൊക്കെ സംശയം തോന്നി തുടങ്ങുന്നുണ്ട് അബിയെ. അതേസമയം നമ്മുടെ ജാനകിയാണെങ്കിൽ അനാമികയെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണല്ലോ. അനിയാണെങ്കിൽ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. നന്ദു ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അനിയെ അവോയ്ഡ് ചെയ്ത് വിടുകയാണെങ്കിലും അനിയുടെ മനസ്സ് നിറച്ച് നന്ദു ആണ് കേട്ടോ. ഇത് അനാമികയ്ക്ക് ചില്ലറയൊന്നുമല്ല. അനാമിക ആ വാശിയും കൂടെ തീർക്കാനായിട്ട് അനാമികയുടെ കാമുകൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു ദിവസം രാവിലെ നന്ദു എന്നെ വിളിക്കുകയാണ് കേട്ടോ. അനി വിളിക്കുമ്പം നന്ദു ഈ ഫോൺ കാണുമ്പോൾ രാവിലെ എടുക്കുക. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാ അനി ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? എന്തിനാ പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്? ഞാനിപ്പോൾ എൻ്റെ ജോലി ചെയ്ത് അതിൽ വ്യാപൃതമായിക്കൊണ്ടിരിക്കുക, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്, ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് നന്ദു. അപ്പോൾ ഈ സമയം നമ്മുടെ അനാമിക റൂമിലേക്ക് കയറി വരുമ്പോഴേക്കും കാണുന്നത് നന്ദു അനിയോട് സംസാരിക്കുന്നതാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയും, ഓ രാവിലെ തുടങ്ങി അവൻ കാമുകിയെ വിളിച്ച് സംസാരിക്കാനായിട്ട്, ഇതിൻ്റെ ഒരു കുറവേ ഉള്ളൂ, എന്താടാ എവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നാ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയാം, ഞങ്ങൾ മീറ്റ് ചെയ്യാനൊന്നും അല്ല പറഞ്ഞത്, ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ചതാ, കഴിഞ്ഞ ദിവസം കണ്ടിട്ട് അവൾ കണ്ട ഭാവം വയ്ക്കാതെ പോയതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാന്ന് പറയുക. അപ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരും, ഓ അവനെ കണ്ട ഭാവം വയ്ക്കാതെ പോയതിൻ്റെ വിഷമം, അതുകൊണ്ടാണോടാ നീ ഇന്നലെ ഉറങ്ങാതെ കിടന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനിക്കും ദേഷ്യം വരിക. അനി പറയാം, നീ എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട, നിൻ്റെ പല കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ കണ്ടില്ലെന്ന് വെക്കുകയാണ്, നീ എത്ര പേരെ ഫോൺ ചെയ്യുന്നുണ്ട്, നീ ആരുടെയൊക്കെ ഒപ്പം കറങ്ങി നടക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, അതൊക്കെ നീ കാണുകയും ചെയ്യണം, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, നിന്നോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുമല്ലോ, നീ എന്നെ ഒഴിവാക്കി നന്ദുവിൻ്റെ പുറകെ പോവല്ലേ, പിന്നെ ഞാൻ എന്തിനാ കാത്തിരിക്കുന്നത്? എന്നെ കാത്തിരിക്കാനും ഒരുപാട് പേരുണ്ടെന്ന് നീ ഓർത്തോണം എന്നൊക്കെ അനിയോട് പറയാണ് അനാമിക. അപ്പം അനി പറയാം, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ള പോലെ പോകാം, ഞാൻ ചോദ്യം ചെയ്യാറില്ല, പിന്നെ നീ ഇതിന് എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കുക. ഓക്കെ ശരി, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അനാമിക തീരുമാനിക്കുകയാണ് കേട്ടോ, രാവിലെ തന്നെ ആ കാമുകൻ്റെ ഒപ്പം ഒന്ന് കറങ്ങാൻ പോയി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ രാവിലെ തന്നെ അനാമിക അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ അനാമിക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ജാനകി ചെന്നിട്ട് ചോദിക്കുകയാണ്, മോളെ അനാമിക നീ എവിടെ പോവാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ പുറത്തേക്കൊന്ന് പോവാണ് എന്ന് പറഞ്ഞ് പോവുക. അതേസമയം തന്നെയാണ് നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ അജയനും കൂടി പോകുമ്പോഴാണ് അനാമിക മറ്റൊരു പുരുഷൻ്റെ കൂടെ കറങ്ങി നടക്കുന്നതും പാർക്കിലിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ കാണുക. അപ്പോൾ ഇതെന്താ ഇവളിങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ ജാനകി അങ്ങോട്ട് ചെല്ലുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അനിയെയും അതുപോലെ തന്നെ അനന്തപുരിയിലുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ്. ജാനകിയെ പോലും വളരെ മോശമായിട്ട് കാമുകൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തായാലും അനിയെ തട്ടിക്കളഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്നും അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ മാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ കൂടിയതെന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജാനകി എല്ലാ സത്യങ്ങളും അങ്ങ് മനസ്സിലാക്കുക. സകല വിവരങ്ങളും അനാമിക കാമുകനോട് പറയുന്നത് ജാനകി അങ്ങ് കേട്ട് കഴിയുമ്പോൾ ജാനകി അവിടെ സ്തംഭിച്ച് പോവുക. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ, എന്തായാലും ഏത് രീതിയിൽ പോയാലും സത്യങ്ങൾ നിൻ്റെ മുന്നിൽ വരുമെന്ന് നിനക്ക് മനസ്സിലായില്ലേ, അവളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് പറഞ്ഞപ്പം നീ വിശ്വസിക്കുന്നില്ലായിരുന്നല്ലോ എന്ന് പറയാം.
അപ്പം തന്നെ ജാനകിക്ക് അനാമികയുടെ മുമ്പിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യണമെന്നും കുത്തിപ്പിടിക്കണമെന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അജയൻ പറയാ, നീ മിണ്ടാതെ നിൽക്കുക, അവൾ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ മോനെ അവൾ വക വരുത്താൻ കൂടി തയ്യാറാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പം നീ ഇത് അറിഞ്ഞെന്ന് പെട്ടെന്ന് ഭാവിക്കേണ്ടെന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം, എന്തായാലും എനിക്ക് ചേർന്ന ഒരു പെണ്ണല്ല അനാമിക എന്ന് പറയാണ്. അപ്പം ജാനകി പറയാം, അതെ എനിക്ക് തെറ്റുപറ്റി അജയേട്ടാ, കാരണം നന്ദു തന്നെയായിരുന്നു എനിക്ക് ചേർന്ന പെണ്ണ്. പക്ഷേ അന്ന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അന്ന് നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഇതുപോലൊരു കള്ളിയെ, ഒരു ഫ്രോഡിനെ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവൻ്റെ ജീവിതം ഇങ്ങനൊരു അവസ്ഥയിലായല്ലോ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അജയൻ ജാനകിയെ കൂട്ടിക്കൊണ്ട് പോവാണ്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ജാനകിയുടെ മനസ്സ് അറച്ചി അനാമികയുടെ കളത്തരങ്ങൾ ഇങ്ങനെ കുത്തി 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 കയറുകയാണ്. ദേഷ്യം കൊണ്ട് ജാനകി ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ അനാമിക തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്നും പോയി, 1-2 ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കാണണമായിരുന്നു, അതുകൊണ്ട് പോയി. എപ്പോഴും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഒന്നാമത് എൻ്റെ ഭർത്താവ് അനി എന്നെയും കൊണ്ട് പുറത്തു പോലും പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകണ്ടേന്നൊക്കെ ജാനകിയോട് ചോദിക്കുക. അപ്പോൾ ജാനകി പറയണം, അങ്ങനെ നിൻ്റെ ഇഷ്ടത്തിനൊക്കെ പോയിട്ട് ഈ അനന്തപുരിയിലേക്ക് തിരിച്ചു വരാമെന്ന് നീ വിചാരിക്കുകയൊന്നും വേണ്ട. പക്ഷേ നിൻ്റെ വീട്ടിൽ പോയതിനെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ലെന്ന് പറയാം. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പം അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പലപ്പോഴും പുറത്ത് പോകാറുള്ളതാണല്ലോ, അപ്പോഴൊന്നും അമ്മ ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയും, ഏയ് അതൊന്നും കൊണ്ടല്ല, ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞ് ജാനകി അങ്ങ് വിടുക. എന്നിട്ട് ജാനകി മനസ്സിൽ ഓർക്കുന്നുണ്ട്, എടി കള്ളി, പെരുങ്കള്ളി, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അനന്തപുരിയിലെ സ്വത്തുക്കൾ ആഗ്രഹിച്ചാണെങ്കിൽ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് ജാനകി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അനാമികയ്ക്കും എന്തോ ഒരു പന്തികേട് മണക്കുന്നത് പോലെ തോന്നിയിട്ട് നേരെ ചെന്ന് ഫോൺ എടുത്ത് വേണുവിനെയും രേവതിയെയും തന്നെ വിളിക്കുകയാണ്. അപ്പം രേവതി ഫോൺ എടുക്കുക. രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ ചില മാറ്റങ്ങളൊക്കെ ഇവിടെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇത്രയും നാൾ എനിക്ക് മാത്രമേ ഒരു മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവർക്കൊരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ഇത്രയും നാളും ചക്കരയും പാലയും എന്നൊക്കെ വിളിച്ച് എൻ്റെ പുറകെ നടന്ന ഇന്ന് അവരെന്നെ എതിർത്ത് സംസാരിച്ചു. അതിലെന്തോ ഒരു മാറ്റമുണ്ട്. എന്തെങ്കിലും അവർക്ക് പിടികിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ ഉടനെ രേവതി പറയാ, അതെ മോളെ, നീ അങ്ങനെയൊന്നും വരുത്തരുത്. കാരണം നമ്മുടെ സ്വത്തുക്കളൊക്കെ അവിടെ കിടക്കുകയാണ്. അവരെയെങ്കിലും കൂടെ സോപ്പിട്ട് നീ നിൽക്കണം. അവർ മാത്രമേ നിനക്കിപ്പോൾ സപ്പോർട്ടുള്ളെന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറയാം. അപ്പം അനാമിക പറയുന്നുണ്ട്, ഞാൻ അവരെ സോപ്പിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എന്തോ മാറ്റം. എന്തായാലും ഇനി ഈ വള്ളം ഒരുപാട് നാൾ ഇതിങ്ങനെ അങ്ങ് ഓടുമെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പാകാൻ സാധ്യതയുണ്ട് അമ്മയെന്ന് പറയാം. നിൻ്റെ പൊന്നുമോളെ, ഞാൻ ഫോൺ അച്ഛൻ്റെ കൊടുക്കാം, നീ അച്ഛനുമായിട്ട് സംസാരിക്കുക. പെട്ടെന്നൊന്നും അങ്ങനെ ഒരു കാര്യങ്ങളും എടുത്ത് പിടിച്ച് ചാടി തീരുമാനം എടുക്കരുത് നീ എന്ന് പറയുക രേവതി. എന്നിട്ട് വേണുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അപ്പോൾ വേണു അമ്മ അടിച്ചിട്ട് പറയാം, മോളെ എന്താ അവിടെ പ്രശ്നം? നമ്മുടെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ലേ എന്ന് പറയാം. അച്ഛനോട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവനുമായിട്ടുള്ള വിവാഹത്തിന് അവൻ നിർബന്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറഞ്ഞു, അതൊക്കെ നീ എന്നോട് പറഞ്ഞതാ, ഞാൻ പറഞ്ഞില്ലേ അനിയുമായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്ന്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. അനിയുമായിട്ട് ഇനി അധികകാലം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ വേണു പറയുക, മോളെ നീ എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കൾ കുറച്ചെങ്കിലും അടിച്ചു മാറ്റാൻ നോക്ക്. അപ്പോൾ പറയുന്നുണ്ട്, ആ മുതുകിയൊന്നും എഴുതി തരികയല്ല, ആ കിളവനാണെങ്കിൽ സ്വത്ത് മുഴുവൻ ആദർശനും നയനയ്ക്കുവേ എഴുതി കൊടുക്കോളെന്നാണ് തോന്നുന്നത്. അതില്ലാതെ എനിക്കൊരു ചില്ലി കാശ് കൊടുക്കുന്ന മട്ടൊന്നും കാണുന്നില്ലെന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, എടി നിൻ്റെ അമ്മായിയമ്മയെ സോപ്പിട്ട് അവരുടെ കയ്യിലുള്ള കുറേ സ്വർണ്ണം ഇല്ലേ, അതൊക്കെ അങ്ങ് അടിച്ചു മാറ്റെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് അനാമിക, അത് അവരുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്, അത് ഞാൻ കണ്ടതാ. അവരുടെ ലോക്കറിൽ ആവശ്യത്തിലധികം സ്വർണ്ണമുണ്ട്. അതൊക്കെ ഈ അനന്തപുരി വന്നു കഴിഞ്ഞാൽ അവരുണ്ടാക്കിയ സ്വർണ്ണമാണ്. അല്ലാതെ അവരുടെ വീട്ടിലൊന്നും ഒരു 10 പൈസയുടെ ഗതിയില്ലായിരുന്നു. വെറും ഒരു ദരിദ്രവാസി തള്ളയായിരുന്നു. അതുകൊണ്ട് അക്കൗണ്ടിൽ വലിയ ക്യാഷൊന്നുമില്ല. അവരെ സോപ്പിട്ട് നിന്നാലും ഒരുപാടൊന്നും കിട്ടാൻ പോകുന്നില്ല. വല്യമ്മയായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ അവരിപ്പം കാല് മാറി അവരുടെ മരുമകളുടെ സൈഡായിരിക്കുക. അതുകൊണ്ട് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇനിയിപ്പോൾ ഇവരെ സോപ്പിട്ട് ഈ സ്വർണം വല്ലതും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, നീ സോപ്പിട്ട് നിന്ന് സ്വർണ്ണം എടുക്കാനൊന്നും നിന്നാൽ ഇനി കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണം അങ്ങ് അടിച്ചു മാറ്റണം. അതേ നമുക്ക് വഴിയുള്ളൂ മോളെ. ഇല്ലേ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നിന്ന് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജാനകി അങ്ങ് കേൾക്കുകയാണ് കേട്ടോ. സ്വർണ്ണമൊക്കെ ജാനകിയുടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെന്ന് പറയുന്നതൊക്കെ അപ്പോഴേ ജാനകി മനസ്സിലോർക്കുക, എടി മോളെ, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ സ്വർണ്ണം എല്ലാം അടിച്ചു മാറ്റിക്കാം.
നിന്റെ മനസ്സിലിരിപ്പ ഇതായിരുന്നല്ലേ, ഇത് ഞാൻ നടത്തി തരാമെന്ന് ജാനകി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നീ എങ്ങനെയും അവരെ സോപ്പിട്ട് ലോക്കറിൻ്റെ താക്കോല് കൈക്കലാക്കണം അടുത്ത ദിവസങ്ങളിൽ തന്നെ. എന്നിട്ട് ആ സ്വർണ്ണം എടുത്ത് എന്നെ ഏൽപ്പിക്കണം. ഞാൻ അതെവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുവോ പണയം വയ്ക്കുവോ എന്തെങ്കിലും ചെയ്ത് ക്യാഷാക്കി മാറ്റിക്കോളാം. നമുക്കാണെങ്കിൽ ഇപ്പോൾ ക്യാഷിന് കുറേ ആവശ്യങ്ങളുണ്ട്. കടക്കാരെല്ലാം ചുറ്റും വന്ന് നിൽക്കുക. ഇനിയെങ്കിലും അവരെ കുറച്ച് ഒതുക്കിയില്ലെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി അനന്തപുരിയിലേക്ക് വരും. നിന്നെ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത് അനന്തപുരിയിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പലരും എനിക്ക് പണം കടം തന്നത്. ഇപ്പം അതൊക്കെ തിരിച്ചു കൊടുക്കാതെ ഒരു രക്ഷയില്ല മോളെ എന്നിങ്ങനെ പറയാണ്. അപ്പം പറയുന്നുണ്ട് അനാമിക, സ്വർണം ഞാൻ അടിച്ചു മാറ്റാൻ നോക്കാം. കാരണം കുറച്ചെങ്കിലും അടിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാനിവിടെ ഇത്രയും നാളും പിടിച്ചു നിന്നതിന് യാതൊരു വിലയില്ലാതാവും. അവരുടെ കയ്യിൽ നിന്ന് ലോക്കറിൻ്റെ താക്കോലൊക്കെ കൈക്കലാക്കാൻ എളുപ്പമാണെന്നൊക്കെ പറയാണ്. ഇത് ജാനകി കേട്ടിട്ട് ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്പടി അവൾ എൻ്റെ കയ്യിൽ നിന്ന് ലോക്കറിൻ്റെ താക്കോല് വാങ്ങിയിട്ട് എൻ്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാനുള്ള പണിയാണ്. അതിന് ഞാനൊരു പണി കൊടുത്തിട്ടേ ഉള്ളെന്ന് പറയാണ്. എന്നിട്ട് ജാനകി നേരെ പോയി ജാനകിയുടെ ലോക്കറിലിരിക്കുന്ന ഗോൾഡ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അതിന് പകരം മുക്കുപണ്ടം അവിടെ വെക്കുകയാണ് കേട്ടോ, സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വച്ച് എല്ലാം സേഫാക്കി വെച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ അനാമിക ചെല്ലുന്നുണ്ട് കേട്ടോ ജാനകിയുടെ അടുത്തേക്ക് സോപ്പ് ഇട്ടുകൊണ്ട്, അമ്മയുടെ കുറച്ച് ഗോൾഡൊക്കെ എനിക്കൊന്ന് തരണം എന്ന് പറയുക. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മോളെ ഇപ്പം നിനക്ക് ഗോൾഡ് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട് ഈ അടുത്ത്. അപ്പോൾ അതിൻ്റെ റിസപ്ഷനും അതുപോലെ തന്നെ മാരേജിനും ഒക്കെ ഇടാനായിട്ട് ഞാൻ കുറച്ച് നല്ല സാരികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ മാച്ചായിട്ടുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് തന്നെ ധരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ ജാനകി പറയാണ്, അതിനെന്താ ഞാൻ തരാമല്ലോ എന്ന് പറയുക. അപ്പോൾ പറയാണ്, അമ്മയുടെ ലോക്കറിൻ്റെ താക്കോലൊന്ന് തന്നാൽ മതി, ഞാൻ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുത്തോളാം. ഈ വിവാഹം കഴിയുമ്പോഴേ ഞാൻ തിരിച്ചു കൊണ്ട് തന്നോളാം എന്ന് പറയാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, അതിനെന്താ ഗോൾഡോ അതുപോലെ ഡയമണ്ടോ ഒക്കെ ഉണ്ട്. മോളുടെ സാരിക്ക് ചേരുന്ന ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്തെടുത്തോ. ഞാൻ ലോക്കറിൻ്റെ താക്കോലൊക്കെ മോളെ അങ്ങ് ഏൽപ്പിച്ചേക്കാമെന്ന് ജാനകി പറയാം. അങ്ങനെ ലോക്കറിൻ്റെ താക്കോല് അനാമികയെ അങ്ങ് ഏൽപ്പിക്കുക. അനാമിക പറയുന്നുണ്ട്, ഞാൻ സൂക്ഷിച്ചോളാം കേട്ടോ, ഒന്നും നഷ്ടപ്പെടാതെ നോക്കിക്കോളാം എന്നൊക്കെ ജാനകിയോട് പറയാം. അപ്പോൾ ജാനകി ഇതങ്ങ് കൊടുക്കുക. എന്നിട്ട് ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ ഗോൾഡും ഡയമണ്ടും ഒക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ടേ, നീ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നത് മുഴുവൻ മുക്കുപണ്ടമായിരിക്കും. അതെടുത്ത് മുക്കി നിൻ്റെ അച്ഛന് കൊണ്ട് കൊടുത്ത് വിറ്റ് കഴിയുമ്പം അകത്ത് കിടന്നോളും നീ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഈ മുക്കുപണ്ടം എല്ലാം ലോക്കറിൽ നിന്ന് എടുത്തിട്ട് അനാമിക വേണുവിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ ഇതൊരു 150-200 പവനോളം ഉണ്ട്, ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തോ. ഇനിയിപ്പോൾ അവർ ചോദിക്കുമ്പം ലോക്കറിൻ്റെ കീ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിന്നോളാം. അവരെ പറ്റിക്കാൻ വലിയ എളുപ്പമാണ്, കാരണം അവർക്ക് എന്നെ നല്ല വിശ്വാസമാണ് എന്നൊക്കെ വേണുവിനോട് പറഞ്ഞ് വിടുകയാണ്. അതേസമയം വേണു ഈ ഗോൾഡ് ആണെന്നും പറഞ്ഞ് ഇത് മുക്കുപണ്ടം ഒക്കെ ആയിട്ട് ചെന്ന് ഒരു ജ്വല്ലറിയിൽ വിൽക്കാൻ ചെല്ലുമ്പോൾ തന്നെ വേണുവിനെ അവിടെ പിടിക്കുകയാണ് കേട്ടോ. നീ ഇത് എവിടുന്ന് കട്ടടാന്ന് പറയാം. അപ്പം വേണു പറയും, ഞാൻ കട്ടത് മോഷ്ടിച്ചതൊന്നുമല്ല, എൻ്റെ മരുമകളുടെ വീട്ടിൽ നിന്ന് എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോളുടെ വീട്ടിൽ എന്താ ഇത്രയും സ്വർണം കൂട്ടി വെച്ചിരിക്കുകയാണോ എന്ന് അവർ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സംശയമുണ്ടോ ചോദിച്ചോ, അവൾ മൂർത്തീസ് ജ്വല്ലറി അവരുടെ സ്വന്തമാണ്, അനന്തമൂർത്തിയുടെ കൊച്ചുമോളാണ് എൻ്റെ മോള് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അങ്ങനെയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, താൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ അവർ പോലീസിനെ വിളിക്കുകയാണ്. പോലീസ് വന്ന് വേണുവിനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ മോള് തന്നതാണ്, അവളിങ്ങനെ അനന്തപുരിയിലെ മരുമകളാണ് എന്നൊക്കെ പറയുമ്പോൾ മോളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ്. അപ്പോഴേക്കും മോളെയും അതുപോലെ തന്നെ ജാനകിയെയും പോലീസ് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ നന്ദു അവിടെ എത്തുന്നുണ്ട്. നന്ദു ചോദിക്കുക, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താ അനാമിക മോളെ, അതുപോലെ നിൻ്റെ അച്ഛനും ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ മുക്കുപണ്ടം വിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? പതിവ് പണിയൊക്കെ ഇപ്പോഴും ഉണ്ടോ നിനക്കൊക്കെ എന്ന് ചോദിക്കുക നന്ദു. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇത് മുക്കുപണ്ടമൊന്നും അല്ല, അതെ ഈ ജാനകിയുടെ സ്വർണ്ണമാണ്, മോളാണെങ്കിൽ ഇത് ജാനകിയോട് വാങ്ങിയതാ അല്ലേ ജാനകി എന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇവളിത് എന്നോട് വാങ്ങിയായിരുന്നു, എൻ്റെ ലോക്കറിൻ്റെ താക്കോലൊക്കെ വാങ്ങിയായിരുന്നു, പക്ഷേ ഇത് സ്വർണ്ണമല്ല, ഇത് മുക്കുപണ്ടമാണ്. ഇപ്പോഴല്ലേ നിങ്ങളുടെ കയ്യിലിരിപ്പ് എനിക്ക് മനസ്സിലായത്. എൻ്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി വിൽക്കാനുള്ള രണ്ടുപേരുടെയും പ്ലാനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവിടെ മുക്കുപണ്ടം വാങ്ങി വെച്ചടി മോളെ അനാമികയെന്ന് പറയുമ്പോൾ അനാമിക ഞെട്ടിപ്പോവും, അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ അമ്മയെന്നൊന്നും വിളിക്കേണ്ട, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായില്ലേ മോളെ. നന്ദു എന്ത് കേസാന്ന് വെച്ചെടുത്ത അകത്തിട്ടോ മുക്കുപണ്ടം വിറ്റതിന്. എൻ്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചവരാ ഇവർ. എനിക്കതുകൊണ്ട് ബുദ്ധി തോന്നിയതുകൊണ്ട് ഇപ്പം എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടില്ല,
പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ജാനകി എല്ലാം മനസ്സിലാക്കിയെന്ന് അനാമികയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ. ജാനകി പിന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ മോന് പറ്റിയ ഭാര്യ നന്ദു തന്നെയാണ്. അനാമികയെ ഇനി ഒരിക്കലും അനന്തപുരിയുടെ പടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജാനകി വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്